വി എസ് അച്യുതാനന്ദൻ എന്ന കേരളത്തിൻ്റെ സമരനായകൻ്റെ നല്ലൊരു കാലം ഭക്ഷണക്രമങ്ങളൊക്കെ ക്രമീകരിക്കുകയും അദ്ദേഹത്തിന് ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങൾ ഇഷ്ട ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എങ്ങനെയാണ് ചേട്ടൻ വി എസിൻ്റെ ഈ നിര്യാണത്തെ അനുസ്മരിക്കുന്നത്? വളരെ ദുഃഖകരം, എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് എത്ര സങ്കടമുണ്ടോ. ഞാൻ അച്ഛനെ പോലെ തന്നെയായിരുന്നു വി എസിനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാൻ ഇപ്പോൾ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ ഈ ഭക്ഷണക്രമങ്ങളൊക്കെ എങ്ങനെയായിരുന്നു പൊതുവെ? വളരെ ലൈറ്റായിട്ടുള്ള ഭക്ഷണമൊക്കെ ആയിരുന്നു വി എസിന്. വി എസ് ഇഡ്ഡലി രാവിലെ ഇഡ്ഡലി, ദോശ, ഇടിയപ്പം, പുട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഡ്ഡലി ആയിരുന്നു. രാത്രി കാലങ്ങളിലൊക്കെ അദ്ദേഹം ഭക്ഷണം കഴിക്കാറുണ്ട്. രാത്രി വൈകുന്നേരം പൈനാപ്പിൾ ജ്യൂസും രണ്ട് ഞാലിപ്പൂമ്പോഴോ കഴിക്കുമായിരുന്നു. ഭക്ഷണം ഭയങ്കര ക്രമീകരണമായിരുന്നു. വി എസ് എപ്പോഴും ഒത്തിരി കഴിക്കത്തില്ല, തുച്ഛമായ രീതിയിൽ ഭക്ഷണം കഴിക്കത്തുള്ളൂ. പുറത്തെവിടെയെങ്കിലും പോയാലോ? പുറത്ത് പോയാലും അങ്ങനെ തന്നെ വി എസ് എവിടെ പോയാലും വി എസിന് വേണ്ട ഭക്ഷണം മാത്രമേ കഴിക്കത്തുള്ളൂ, അല്ലാതെ കൂടുതലായിട്ടൊന്നും കഴിക്കത്തില്ല. അപ്പോൾ ചേട്ടൻ എത്ര കാലം വി എസിനോടൊപ്പം ഉണ്ടായിരുന്നു? ഒരു 40-45 വർഷമായിട്ടുണ്ട് വി എസിൻ്റെ കൂടെ. ഉണ്ട്. ഇവിടെ വരുമ്പോഴൊക്കെ ഓണത്തിനാണേലും മറ്റ് വിശേഷ ദിവസങ്ങളിൽ? ഓണത്തിന് വരുമ്പോൾ ഞാനുണ്ടാകത്തില്ല. ഓണത്തിന് ഞാൻ എൻ്റെ അമ്മ വീട്ടിലുള്ളതുകൊണ്ട് ഓണത്തിന് ഞാൻ വീട്ടിൽ പോകും. അവന് പകരം വേറെ ആൾക്കാരായിരിക്കും. ആ ചിറ്റയും ചിറ്റപ്പനും അരുണും എല്ലാവരും ആണ് ഫാമിലിയുടെ. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴൊക്കെയാണ്? മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഞാൻ ഈ ഓണത്തിന് ഇവിടെ ഉണ്ടാകത്തില്ല, വീട്ടിലായിരിക്കും. വീട്ടിൽ പോകും. അതെ, കണ്ടോൺമെൻറ്റ് ഹൗസിലൊക്കെ പോകാറുണ്ട്? പോകാറുണ്ടായിരുന്നു. അദ്ദേഹം ഒരു നാട്ടിൽ വരുമ്പം ഒരു സാധാരണക്കാരനായിട്ടാണല്ലോ നാട്ടിലേക്ക് എത്തുന്ന. വി എസ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും വി എസിനെ കാണാൻ ഒരുപാട് ആളുകൾ ഇവിടെ വരും, ശരിയല്ലേ? വരുമായിരുന്നു. എല്ലാവരും വി എസിനെ വന്ന് കാണുമായിരുന്നു. വി എസ് കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. എന്നൊക്കെ ഉണ്ടാവുമായിരുന്നു. ചേട്ടൻ എന്താണ് പുള്ളി സ്നേഹപൂർവ്വം വിളിക്കാറ്? എന്നെ റെജി എന്നേ വിളിക്കുന്നത്. അത് വി എസ് വരുമ്പോൾ തന്നെ വാദിക്കാൻ വരുമ്പോൾ തന്നെ വിളിക്കും റെജി. ഇനി ആ വിളിയില്ല. ഇപ്പോൾ ചേട്ടനാണ് ഇവിടെ താമസിക്കുന്നത്? താമസിച്ചിട്ട് ഇവിടെയാണ്? അതെ. വി എസ് ഉള്ളപ്പോഴും ഇവിടെ തന്നെ? വി എസ് ഉള്ളപ്പോഴും ഇവിടെ തന്നെ. ഞാനും എൻ്റെ ഫാമിലി ഇവിടെ താമസിക്കും. സ്നേഹം എങ്ങനെ ഒരു മകനോടുള്ള ഒരു സ്നേഹം പോലെ തന്നെ. എനിക്ക് അച്ഛനെ പോലെ തന്നെയായിരുന്നു വി എസ്. എല്ലാ കാര്യവും പറയാം. വിശേഷങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. വീട്ടിലെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുമായിരുന്നു. ഇനി ആ വെളിയില്ല. ഇതുതന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന വി എസിനോടൊപ്പം ഏതാണ്ട് 45 വർഷക്കാലം അദ്ദേഹത്തിന് ആവശ്യമായ വിഭവങ്ങൾ ഒരുക്കി കൊടുത്ത അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിട്ടുള്ള റെജിയാണ് നമ്മളിപ്പം ഈ കാര്യങ്ങളൊക്കെ തന്നെ പങ്കുവച്ചത്. ക്യാമറമാൻ രാജേഷിനൊപ്പം ഷാജഹാൻ.